എടുത്ത് അത് റിലീസ് ചെയ്യുന്നു. അതിന് മലയാള പ്രേക്ഷകരിൽ നിന്നും വേണ്ടത്ര അംഗീകാരം ചേട്ടന് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ. നമ്മൾ ജനിച്ചു വന്നപ്പോ എന്റെ കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ കേരളത്തിൽ ജനിച്ചു കുടുങ്ങി. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് നമ്മുടെ ഒരു കളി കളിക്കുക എന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റൂ. മലയാളികൾ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും പറയുന്നില്ല, ഒരു വിഭാഗം ആളുകളുടെ മനഃശാസ്ത്രം ഞാൻ എവിടെയും ഡോക്യുമെന്റ്സ് വെച്ചാണ് പറയുന്നത്. കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ ഇവിടെ താരതമ്യേന ഇവർക്ക് ഞാൻ മനസ്സിലാക്കി ഇവർക്ക് കുറച്ചും കൂടെ തൊഴിലെടുപ്പുള്ളവരെയും കുറച്ചൊരു കാഴ്ചയ്ക്ക് തന്നെ നല്ലൊരു ആരോഗ്യമുള്ളവരുടെ സിനിമകളോടാണ് ഇവർക്ക് താല്പര്യം. കംപ്ലീറ്റ് ചെയ്യാം. കഴിഞ്ഞ 1979 മുതൽ 2014 ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നവരെയുള്ള 35 വർഷത്തിനിടയിൽ താരതമ്യേന സൗന്ദര്യം തീരെ കുറഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല, താരതമ്യേന സൗന്ദര്യം കുറഞ്ഞവരുടെ ചില സിനിമകൾ ഹിറ്റായിട്ടുണ്ട്. എടുത്തോ, വടക്ക് നോക്കി യന്ത്രം, ചിന്താവിശിഷ്ട, അറബിക്കഥ, പിന്നെന്താണ് കരുമാടിക്കുട്ടൻ, വാസന്തി ലക്ഷ്മി, പിന്നെ ഞാൻ. ഈ സിനിമയിലൊക്കെ തന്നെ ജനറലി നിങ്ങൾക്ക് വീക്ഷിക്കാൻ പറ്റും. കഥ പറയുമ്പോൾ അല്ല, ഓക്കെ മമ്മൂക്ക അതിഥിയെ വന്നെങ്കിലും അതിലൊന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ജനറലി അതിലൊക്കെ എന്താ സംഭവിക്കുന്നറിയോ, നായകൻ എന്ന് പറയുന്ന ഒരാളെ ഒരു പെൺകുട്ടി പോലും മര്യാദയ്ക്ക് സ്നേഹിക്കുന്നില്ല. ഈ സിനിമയിലൊക്കെ സ്റ്റോറി നോക്കാം. അത് ഞാൻ പറഞ്ഞ ഈ ഒരു തിയറിയാ, കളിയാക്കപ്പെടുന്ന ഒരു നായകൻ. വെരി സിമ്പിൾ. നമുക്കൊരു ഹിറ്റ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞ വേറെ രീതിയിൽ എടുക്കരുത്, ഹിറ്റ് ഉണ്ടാക്കാൻ എളുപ്പ വഴി. ദാറ്റ് ഈസ് മലയാളികളുടെ ഒരു വിഭാഗം മലയാളികൾ എല്ലാവരില്ല അവരുടെ മൈൻഡില് ഈ സൗന്ദര്യമില്ലാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടനോ പൊട്ടനോ അല്ലെങ്കിൽ വില്ലനോ. എനിക്ക് ഈ കേരളത്തിൽ കുറച്ചുകൂടെ ബഹുമാന സ്നേഹം കിട്ടുമായിരുന്നു ഞാൻ അഭിനയിച്ച ക്യാരക്ടറിന്റെ പ്രശ്നമാണ്. ദാറ്റ് ഈസ് ഞാനൊരു വില്ലനായിട്ട് വന്നിരുന്നെങ്കിൽ മലയാളികൾ എന്നെ കുറച്ച് ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പക്ക കോമഡിയിലേക്ക് വരണമായിരുന്നു, എന്നാലും എന്നെ ആക്സെപ്റ്റ് ചെയ്യും. ഇതിന് ഏറ്റവും റീസെന്റ് എക്സാമ്പിൾ ആണ് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞൊരു നടനെ ദേശീയ അവാർഡ് മികച്ച നടന് കൊടുത്തപ്പോൾ മലയാളികൾ കൊടുത്തത്, മലയാളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എൻ്റെ റെപ്രസെന്റേറ്റീവ്സ് ആണല്ലോ അവിടെ ഇരിക്കുന്നത്, അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, ഹാസ്യ നടനുള്ള അവാർഡാണ്. ഞാൻ ഈ പറഞ്ഞ തിയറിയുടെ ഏറ്റവും അവസാനത്തെ ഇരയാണ് അദ്ദേഹം. അപ്പോ അതായത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടി? സിമ്പിൾ, ആ ടീമിൽ മലയാളികൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഭാഗ്യത്തിന്. കാരണം മലയാളികൾ കഴിയുന്നത് ഒരുത്തം നശിക്കണം, ഒരുത്തം നന്നാൻ പാടില്ല, ഒരു വിഭാഗം അത്. അതിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് കൊടുക്കുക. ഇയാളേക്ക് എന്തിനാ കൊടുക്കുന്നതാണ് ചോദിക്കുന്നത്. അല്ല ഇതാണ് ഒരു സൈഡ്. ഇദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് എന്തുകൊണ്ട് കിട്ടി? ഇദ്ദേഹത്തിന്റെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഇതിന് ശേഷമാണ് സംസ്ഥാന അവാർഡ് വന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയെന്ന് കേട്ടപ്പോൾ നമ്മളിവിടെയുള്ള ആളുകൾ ആലോചിച്ചു, കൊടുത്തില്ലെങ്കിൽ നമ്മൾ മോശക്കാരാണെന്ന് വരില്ലേ. പക്ഷെ ഇയാളൊരു നടനായിട്ട് അംഗീകരിക്കാനും പറ്റില്ല, നായകനെ അംഗീകരിക്കാൻ പറ്റില്ല, നടനെന്ന് ഇവർ അംഗീകരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? ഇത് രണ്ടിനും മിഡിൽ പിടിക്കാം, ഹാസ്യ നടൻ. ഇതാണ് ടിപ്പിക്കൽ മലയാളി കൺസെപ്റ്റ്. മലയാളികൾക്ക് റീതിങ്ക് ആവശ്യമാണ്. രാജിന്റെ കാര്യം പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ കഴിവിനാണ് നമ്മൾ അംഗീകാരം കൊടുത്തത്. അതിപ്പോ മലയാളിയല്ല ഏത് ഭാഷക്കാരായിരുന്നാലും പോലും ആ കഴിവിനെ ഞാൻ ഇപ്പോഴേയും പറയുന്നു, ഒരിക്കലും മലയാളികൾക്ക് അങ്ങനെ അംഗീകരിക്കാനുള്ള ആവശ്യമൊന്നുമില്ല. അതായത് 95% ആളുകളും അത്ര കാണാൻ വലിയ ഫിഗറൊന്നുമല്ല, സായിപ്പിന്റെ സ്റ്റാൻഡേർഡൊന്നും. 5% ആളുകൾക്ക് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാണാൻ ഒരു നല്ല കുട്ടി എന്ന് പറയാൻ കേരളത്തിൽ 5% കുഴപ്പമില്ല, നല്ലൊരാണെന്ന്. ഈ 5% ഇന്നേ വരെ മലയാള സിനിമ തുടങ്ങി ഇന്നേ വരെ സൂപ്പർ സ്റ്റാറുകളായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ 95% എന്തുകൊണ്ട് ഒരു സ്റ്റാർ വന്നില്ല? ഇവിടെ നിങ്ങൾ ഏത് വില്ലൻ എടുത്തോ ഒക്കെ ഇങ്ങനെയാണ്. ഈവൻ ഞാൻ പറഞ്ഞാൽ ഒന്നും പറയാം, അപ്പൊ മെട്രിമോണി നിങ്ങൾ എടുത്തു നോക്ക്, എല്ലാവർക്കും വേണ്ട സുന്ദരന്മാർ മാത്രം അപേക്ഷിക്കുക, ഫെയർ ആയിട്ടുള്ളവർ അപേക്ഷിക്കുക. ഇവിടെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ഈ ആത്മഹത്യാ നിരക്കിൽ എപ്പോഴും സൗന്ദര്യം കുറഞ്ഞവരാണ് ആത്മഹത്യ. എന്തുകൊണ്ട് സൗന്ദര്യം ഉള്ളവർ ആത്മഹത്യ ചെയ്യുന്നത്? സൗന്ദര്യമുള്ളവർ ചെയ്യുന്നില്ല. അത് വല്ല കുടുംബ ബാധ്യത കാരണം ആത്മഹത്യ ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ശരിയും പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ നാളെ മുതൽ നിങ്ങൾ പത്രം എടുത്തോ, കഴിവിനെ അംഗീകരിക്കുക എന്ന തിരിയിലേക്ക്. ഓക്കെ, അപ്പൊ സാറിന്റെ ഒരു ഇതില് സൗന്ദര്യത്തെ നമുക്ക് മാറ്റി നിർത്താം. മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയില് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയത്തിൽ സാറിനെ ഒരു പ്രചോദനമായിട്ട് ആക്കിയിട്ടുള്ള ഒരു നടൻ ഏതാണ് മലയാളം? പൊതുവിൽ എനിക്ക് ഒരു സ്റ്റാർ എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. സ്റ്റാർ എന്ന രീതിയിൽ എനിക്ക് ലാലേട്ടൻ ഒരു ഇഷ്ടമാണ്. സ്റ്റാർ അപ്പൊ മമ്മൂക്കയുടെ അഭിനയം ഇഷ്ടമല്ല അഭിനയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല മോളെ, നമുക്ക് ഇഷ്ടവും ഒരു ഇതുണ്ടാവില്ല. എനിക്ക് ഞാൻ പറയുന്നു ലാലേട്ടൻ അല്ലാത്ത എല്ലാവരും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നമുക്ക് എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടക്കുറവ്. നമ്മൾക്ക് ഇന്ന ആളെ ഇഷ്ടം, അത് ഞാൻ വിചാരിക്കുന്ന അദ്ദേഹം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അഗെയിൻ ലാലേട്ടൻ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യുന്നു തോന്നുന്നു. നമുക്ക് ബാക്കിയുള്ള സീരിയസ് റോളിൽ ഓക്കെയാണ്. എനിക്ക് അങ്ങനെ ഒരു കോമഡി ഒക്കെ ചെയ്യുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതേസമയം അഭിനയത്തിന്റെ ആ ഒരു ആംഗിളിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പഠിച്ചത് തിലകൻ ചേട്ടൻ, അതേപോലെ തന്നെ നെടുമുടി വേണുസ്വാമി. സിനിമയിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയോട് ചേട്ടൻ എന്താണ് പറയാനാണ്?
തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കളയരുത്. കാരണം ഒരു സ്ഥിര വരുമാനമൊക്കെ കിട്ടാനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യയും മക്കളെയൊക്കെ നമ്മൾ പോറ്റേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം മാത്രമാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുള്ളൂ. എന്നുവെച്ചിട്ട് സിനിമയിലേക്ക് വരരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ട് വിദ്യാഭ്യാസത്തിന് ഫൗണ്ടേഷൻ ഉണ്ടാക്കും, എന്നിട്ട് ഇതിലേക്ക് കടന്നു വരും. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, കൃഷിക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം അവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് അനുകൂലമാക്കും. അതിനുശേഷം അവിടെ കൃഷി ചെയ്താലേ ആ കൃഷി ശരിക്കും വരുള്ളൂ. അതേപോലെ നിങ്ങളുടെ കരിയർ ശരിക്കും വിദ്യാഭ്യാസത്തിലൂടെ ഒരു ഓപ്പണിംഗ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നിങ്ങൾ ചേട്ടാച്ചനുസരിച്ച് ചേച്ചിയനുസരിച്ച് ഓരോരുത്തർ പുറകെ പോയാൽ മതി. ജനറലി സ്പീക്കിംഗ്, നിങ്ങൾക്ക് മലയാള സിനിമയിൽ ഒരു സ്റ്റാർ ആവണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ സംവിധായകനിലേക്ക് മകളൊക്കെ ആയാൽ മതി, വളരെ എളുപ്പത്തിൽ പോകാം. ഇങ്ങനെയൊന്നും അല്ല നിങ്ങളെങ്കിൽ നിങ്ങളിപ്പോൾ ആരും പ്രത്യേകിച്ച് നടന്ന് നടിയൊന്നും ആക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സത്യം ഇതാണ്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ച് മലയാള സിനിമ കുടുംബ സിനിമയാണെന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്ക് ചാൻസൊക്കെ ചോദിച്ച് പോയാൽ മതി. അവനവന്റെ വിദ്യാഭ്യാസം ഫസ്റ്റ് റെഡിയാക്കുക, എന്നിട്ട് സിനിമയിലേക്ക് വരിക, എന്നിട്ട് അവനവന്റെ കഴിവ് തെളിയിക്കും. അപ്പൊ നമ്മളിവിടെ ഓണത്തിന്റെ ഒരു 50% ഇവിടെ തന്നെ അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. തീർച്ചയായും. ഇനി കൗമുദി പ്രേക്ഷകരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? കൗമുദി പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഞാനടങ്ങുന്ന പുതിയ ആളുകളുടെ സിനിമയാണ് ഇപ്പോൾ വരാനിരിക്കുന്ന. കാളിദാസൻ കവിത എഴുതുകയാണ്, നീലിമ നല്ല കുട്ടിയാണ്. ഈ സിനിമകളെല്ലാം കണ്ട് നിങ്ങൾ വിജയിപ്പിക്കാം. എല്ലാവർക്കും എൻ്റെ വളരെ സ്നേഹം നിറഞ്ഞ സ്നേഹാശംസകൾ.